ഒരു ഇന്റർവ്യൂ കാണായിരുന്നു. പൊതുവെ യൂട്യൂബ് ചാനലുകളിൽ വരുന്ന ഇന്റർവ്യൂസിനോടൊന്നും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടിരുന്ന് കാണാനുള്ള സാഹസികത ഞാനത് കാണിക്കാറുമില്ല. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ ഇരുന്ന് കണ്ടുപോയി. നമ്മുടെ ഷൈൻ ടോം ചാക്കോയും ക്യൂ സ്റ്റുഡിയോയിലെ മനീഷ് നാരായണനും തമ്മിലുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ മുൻപുള്ള ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് അരോചകമായിട്ട് തോന്നാറുണ്ട്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിഹേവിയറും കാണുമ്പോൾ ഇതെന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിനെ എല്ലാം മാറ്റുന്ന രീതിയിലാണ് ഷൈൻ ടോം ചാക്കോയുടെ ആ ഒരു ഇന്റർവ്യൂ എനിക്ക് കാണാൻ പറ്റിയത്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനും ക്യൂ സ്റ്റുഡിയോയുടെ ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഡാഡിനോട് ബിസ്ക്കറ്റ് ചോദിക്കും. ഡാഡി 2-3 പ്രാവശ്യം ബിസ്ക്കറ്റ് വന്നു. പിന്നെ ഞാൻ കണ്ടു നോക്കുമ്പോൾ വണ്ടി ഓൾറെഡി ഇടിച്ചു കിടക്കുകയാണ്, ഞാൻ ബാക്കിൽ. അതിനുശേഷം ഡാഡി എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയായിട്ടും. എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അച്ഛൻ, ബാക്കിയുള്ളവരോട് അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. TV-യിൽ കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. ആക്സിഡന്റ് ആയെന്ന് മുതലേ മമ്മി ഡാഡിനെ ചോദിക്കും, ഡാഡി എവിടെ. തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്തിരുന്നതല്ലേ ഡാഡി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും, ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോകില്ല ഇനി. എന്നിട്ട് ഞാൻ കരയും. അപ്പൊ ഞാൻ വിചാരിക്കണം മമ്മിക്ക് മനസ്സിലാവുന്ന, നമുക്ക് ഇപ്പോഴും ടെംപ്റ്റേഷൻസ് ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസവും കടന്നുപോയി എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാ.